ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. സത്യഭാമ ശാലിനിയെ എത്രത്തോളം അപമാനിക്കുകയും എത്രത്തോളം മാനസികമായി പീഡിപ്പിക്കുകയും എത്രത്തോളം ദ്രോഹങ്ങൾ ശാലിനിക്ക് ചെയ്യാവോ അത്രയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ സത്യഭാമ കാണിക്കുന്ന ഈ സ്നേഹം അതിൻ്റെയൊക്കെ പ്രായച്ചിത്തമാണോ? മകനോടുള്ള സ്നേഹം കൂടി ശാലിനിയെ സ്വന്തം മരുമകളെന്ന് പറയാൻ പറ്റില്ല, മകളായിട്ട് തന്നെയാണോ സ്നേഹിക്കുന്നതെന്ന് അറിയില്ല. അത്രയ്ക്ക് സ്നേഹമാണ് ശാലിനിയോട് കാണിക്കുന്നത്. എന്തു കൊടുത്താലും മതി വരില്ല എന്ന ഭാവത്തിൽ സത്യാമ്മ ഇങ്ങനെ ഓരോന്നും ഓടി നടന്നെടുത്ത് ശാലിനിക്ക് കൊടുക്കുവാണ്. പരമ്പരാഗതമായി കിട്ടിയ ആഭരണങ്ങളെല്ലാം എടുത്ത് മുന്നിൽ വെച്ചിട്ട് സത്യാമ്മ ഇതെല്ലാം ശാലിനിയെ കാണിക്കുവാണ്. ഇതെല്ലാം പാരമ്പര്യമായിട്ട് തറവാട്ടിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങളാണ്, ഇതൊക്കെ വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഞാൻ ഇതൊക്കെ പുറത്തെടുക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ എത്ര വിലമതിപ്പുള്ളതാണോ എന്തുവാണ് അതിൻ്റെ മൂല്യമെന്നോ ഒന്നും എനിക്കറിയില്ല എന്നും പറഞ്ഞ് കൂട്ടത്തിൽ ഏറ്റവും നല്ലൊരു നെക്ലസ് എടുത്ത് ശാലിനിക്ക് അങ്ങോട്ട് സംഭാവന പോലെ കൊടുക്കുവാണ്. ശാലിനിക്ക് അതങ്ങോട്ട് കണ്ടിട്ട് വിശ്വസിക്കാനാകുന്നില്ല. ദൈവമേ, ഞാൻ സ്വർഗത്തിലാണോ നിൽക്കുന്നത്, എന്തുവാണെന്നോ അറിയുന്നില്ലല്ലോ എന്നിങ്ങനെ ശാലിനി കണ്ണും തള്ളി നിൽക്കുവാണ്. ശാരദാമ്മയാണെങ്കിൽ പറയുകയേ വേണ്ട. ഈ സന്തോഷ നിമിഷങ്ങളെല്ലാം കണ്ട് ശാരദാമ്മ അങ്ങ് സന്തോഷ നിർവൃതി അടയുവാണ്. ശാലിനി പറയുന്നുണ്ട്, സത്യാമ്മ എനിക്കിതൊന്നും വേണ്ട, സത്യാമ്മയുടെ സ്നേഹം മാത്രം മതി. എന്നാലും ഇതെല്ലാം നിനക്കിരിക്കട്ടെ, ഇനി എനിക്ക് ശേഷം ഈ വീട് ഭരിക്കേണ്ടത് നീയാണ് എന്നും പറഞ്ഞ് സത്യാമ്മ ശ്യാമയോട് പറയുന്നു. ശ്യാമ ഈ നെക്ലസ് ശാലിനിക്കൊന്ന് അണിയിച്ചു കൊടുക്കുന്നു. ശാലിനിക്ക് അങ്ങനെ ശ്യാമ ആ നെക്ലസ് അങ്ങോട്ട് അണിയിച്ചു കൊടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും സത്യാമ്മയ്ക്ക് മതി വരുന്നില്ല. പൊന്നി അപ്പം തന്നെ ഒരു പട്ടുസാരി ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നു. ആ പട്ടുസാരി എടുത്ത് ശാലിനിയുടെ കൈ കൊടുത്തിട്ട് പറയുന്നു, സ്വർണ്ണാഭരണം മാത്രമല്ല, കൊടുക്കുമ്പോൾ പട്ടുവസ്ത്രവും കൊടുക്കണം. ഈ പട്ടുസാരി ഉടുത്ത് വേണം മോൾ ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ. സത്യാമ്മേ അത് വേണോ? ഇത് ശ്യാമയുടെയും രോഹിത്തിൻ്റെയും ഫംഗ്ഷൻ അല്ലേ, അപ്പോൾ അവരല്ലേ തിളങ്ങി നിൽക്കേണ്ടത് ഇവിടെ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ സത്യാമ്മ പറയുന്നുണ്ട്, നീ എൻ്റെ മൂത്ത മരുമകളാണ്, നീയാണ് ഇവിടെ ആദ്യമായിട്ട് വന്നു കയറി എൻ്റെ മരുമകൾ, നീ ഈ സാരി ഉടുത്ത് തന്നെ ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണം മോളെ, ഇതെൻ്റെ ആഗ്രഹമാണ്. സത്യാമ്മയുടെ ആ സ്നേഹത്തിന് മുന്നിൽ ശാലിനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ രണ്ട് കൈയിൽ നീട്ടിയ പട്ടുസാരി ശാലിനി അങ്ങ് സ്വീകരിക്കുവാണ്. എന്നിട്ട് സത്യാമ്മ പറയുന്നുണ്ട്, ഞാൻ അപ്പുറത്ത് ഫംഗ്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരട്ടെ, അപ്പോഴേക്കും മോളി സാരി ഉടുത്തിട്ട് അങ്ങോട്ട് വരണം എന്നും പറഞ്ഞ് സത്യാമ്മ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ ശാരദാമ്മ ശാലിനിയോട് ചോദിക്കുക, നീ എന്താണ് മോളെ ആലോചിക്കുന്നത്? അല്ലമ്മ, ഇത് സ്വപ്നമാണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്കിതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലമ്മേ. ദേഷ്യം വരുമ്പോൾ വല്ലതുമൊക്കെ വെട്ടിത്തുറന്നങ്ങ് പറയുമെന്നേ ഉള്ളൂ മോളെ. സത്യാമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. സത്യാമ്മയുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ദുഷ്ടവിചാരം ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയാനും പ്രവർത്തിക്കാനും ഒന്നും പറ്റില്ല മോളെ. ഇപ്പോൾ സത്യാമ്മ കാണിക്കുന്നതൊക്കെ അവർക്ക് അവരുടെ മകനോടുള്ള സ്നേഹമാണ്. ആ മകനോടുള്ള അവരുടെ ഇഷ്ടം അവർക്കിപ്പം നിന്നോടും ഉണ്ടായി. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ട സമയമായി മോളെ. എല്ലാം കലങ്ങിത്തെളിയാൻ ഈശ്വരനായിട്ട് തന്നെയാണ് ഓരോന്നിങ്ങനെ ഒരുക്കിക്കൊണ്ട് വന്നത്. മോൾ അത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക തന്നെ വേണം. ഈ ഒഴുക്കിനൊപ്പം നീന്തുക എന്ന് പറയത്തില്ലേ, അത് തന്നെയാണ് നീ ഇപ്പം ചെയ്യേണ്ടത്. എന്തായാലും സത്യാമ്മ പറഞ്ഞതുപോലെ നീ സാരി മാറ്, ഞാൻ മക്കൾ എവിടാന്നൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ശാരദാമ്മ അവിടെ നിന്ന് പോവുകയാണ്. സത്യാമ്മ ശാലിനിയെ സ്നേഹിക്കുന്നതും ആഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും കൊടുക്കുന്നതൊക്കെ വിഷ്ണു അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. വിഷ്ണുവിന് ഇതൊന്നും കണ്ടിട്ടങ്ങോട്ട് വിശ്വസിക്കാനാകുന്നില്ല. കാരണം അമ്മ എന്താണ് മനസ്സിൽ കണ്ടിരിക്കുന്നത് അമ്മയെ മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. ഏത് നിമിഷമാണ് അമ്മയുടെ സ്വഭാവം മാറുന്നതെന്നും അറിയില്ലല്ലോ. ഇത് എന്തിൻ്റെ മുന്നോടിയായിട്ടാണ് അമ്മയെ കാണിക്കുന്നത് എന്നൊക്കെ ഓർത്ത് വിഷ്ണു അങ്ങ് സന്തോഷപ്പെടുകയും ചെയ്യുന്നുണ്ട്, സങ്കടപ്പെടുകയും ചെയ്യുന്നുണ്ട്, ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ശാലിനി അവിടെ നിന്നുകൊണ്ട് മനസ്സിൽ പറയുവാണ്, ദൈവമേ, സത്യാമ്മയുടെ സ്നേഹവും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയാകുന്നു. എൻ്റെ മനസ്സിൽ കയറി വരുന്ന ഒരു കാർമേഘമുണ്ട്, സുസ്മിത. അവൾ വന്ന് ഇതെല്ലാം നശിപ്പിക്കുമോ? ഏത് നിമിഷവും കൊടുങ്കാറ്റായി അവളുടെ പ്രത്യക്ഷപ്പെടാം. എന്നിട്ട് അവൾ ആ കൊടുങ്കാറ്റിൽ എല്ലാവരെയും വട്ടം ചുറ്റി കറക്കി കൊണ്ടുപോവുകയും ചെയ്യും. ഈ സന്തോഷവും സമാധാനവും അവളുടെ ഈ ഒരൊറ്റ വരവിൽ എല്ലാം അവസാനിക്കുമല്ലോ ദൈവമേ. അവൾ ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ അവളെ വിളിച്ചൊന്ന് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം എന്നും പറഞ്ഞ ശാലിനി സുസ്മിതയെ വിളിക്കുവാണ്. സുസ്മിത ആ ഫോൺ കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കുവാണ്. വിളിക്കടി, അവിടെ കിടന്ന് നീ വിളിക്ക്, നിന്റെ നെഞ്ചിലെ ആ പെരുമ്പറയടിക്കുന്ന ശബ്ദം എനിക്ക് ഇവിടെ കേൾക്കാം എന്നും പറഞ്ഞ സുസ്മിത ആ ഫോൺ എടുക്കുന്നില്ല. ശാലിനി തുടരെ ഇങ്ങനെ സുസ്മിതയെ വിളിച്ചുകൊണ്ടിരിക്കുക. ശാലിനിയുടെ ഫോൺ കോൾ വരുമ്പോഴെല്ലാം സുസ്മിത അങ്ങ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുവാണ്.
ചങ്കിനകത്ത് ഇലഞ്ഞിത്തറ മേളം കൊട്ടുമ്പോൾ നീ വിളിച്ചു പോകുമെന്ന് എനിക്കറിയാവടി. നീ വിളിക്ക്, നിന്റെ നെഞ്ചിടിപ്പ് അങ്ങോട്ട് കൂടട്ടെ. ഒരു പക്ഷേ അതങ്ങ് നിലച്ചു പോവാണെങ്കിൽ വലിയ സന്തോഷം. നിന്നെ കാണാനായിട്ട് ഞാൻ അങ്ങോട്ട് വരുമ്പോൾ പിന്നെ എന്തിനാടി നിന്റെ ഈ ഫോൺ ഞാൻ എടുക്കുന്നത്? എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ സത്യഭാമയോട് പറഞ്ഞോളാം. 2 കുട്ടികളെ പ്രസവിച്ചിട്ട് ഒന്നിനെ നീ നിന്റെ അനുജത്തിക്ക് വിറ്റവളല്ലേ? വിഷ്ണുവിനെയും വഞ്ചിച്ചു, വിഷ്ണുവിന്റെ അമ്മയെയും നീ വഞ്ചിച്ചു. അപ്പോൾ നിന്റെ അനുജത്തി ചെയ്തതോ? അവളുടെ ഭർത്താവ് രോഹിത്തിനെയും അവൾ വഞ്ചിച്ചു. അങ്ങനെ ആ കുടുംബത്തിലെ സകലരെയും 10 മാസം ഗർഭിണിയാണെന്നും പറഞ്ഞു പറ്റിച്ചു. നീ നിന്റെ അനുജത്തിയുടെ കാണിച്ച വഞ്ചനയ്ക്കുള്ള ഫലം ഇന്ന് അനുഭവിക്കും. ചുമ്മാതൊന്നും പറയുമല്ല, തെളിവ് സഹിതം. അതുകൊണ്ട് എനിക്ക് നല്ലതുപോലെ അറിയാം നിനക്ക് അവിടെ നിൽക്കുമ്പോൾ മനസ്സമാധാനം ഉണ്ടാവില്ലെന്ന്. നിന്റെ വെപ്രാളം കൊണ്ടാ നീ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതെന്നും എനിക്കറിയാം. നീ ഇങ്ങനെ കിടന്നങ്ങോട്ട് ചുമ്മാതെ വിളിക്കടി. നിന്റെ കണ്ണുകളിലെ ഭയവും നിന്റെ വിഭ്രാന്തിയും എല്ലാം എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ കാണാം എന്നും പറഞ്ഞ സുസ്മിത ഇങ്ങനെ കാറി സന്തോഷിച്ച് വരുക. ശാലിനി വീണ്ടും വീണ്ടും സുസ്മിതയെ വിളിച്ചുകൊണ്ടിരിക്കുവാണ്. ആ ഫോൺ കണ്ടിട്ട് വീണ്ടും സുസ്മിത പറയാ, നീ വിളിക്കടി, ഞാൻ അവസാനം അവിടെ പ്രത്യക്ഷപ്പെടും സത്യഭാമയ്ക്കൊരു വരം കൊടുക്കാൻ. ആ വരവാടി നിന്റെയൊക്കെ തല വര മാറ്റുന്നത്. ശാലിനി സഹികെട്ട് വീണ്ടും വിളിക്കുവാണ് സുസ്മിതെ. ഞാൻ എടുക്കില്ലടി ഈ ഫോണ്. എനിക്കറിയാം നീ ഇപ്പം കരയിൽ പിടിച്ചിട്ട മീനെ പോലെ കിടന്ന് പിടയ്ക്കുവാണെന്ന്. ഞാൻ ഈ ഫോൺ എടുക്കാതിരിക്കുന്ന ഓരോ നിമിഷവും നിന്റെ ചങ്കിടിപ്പ് കൂടുകയേ ഉള്ളു. ഈശ്വര, അവൾ ഫോൺ എടുക്കുന്നില്ലല്ലോ. അവളപ്പോൾ 2ഉം കൽപ്പിച്ചുള്ള വരവാണല്ലോ. എന്തായിരിക്കും അവളുടെ ലക്ഷ്യം? പപ്പിയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ഇവിടെ അറിയിക്കുമ്പോൾ തന്നെ വലിയൊരു ഭൂകമ്പം തന്നെ ഇവിടെ സൃഷ്ടിക്കും. പിന്നെ ഇപ്പോൾ കണ്ട സത്യഭാമയായിരിക്കില്ല പിന്നെ കാണുന്നത്. ശ്യാമയെയും എന്നെയും അടിച്ച് പുറത്താക്കും. സത്യങ്ങൾ മറച്ചു വെക്കാൻ കൂട്ടുനിന്നതിന് പാവം എൻ്റെ അമ്മയെ ഒരുപാട് പഴി പറയുമായിരിക്കും. പപ്പിയുടെയും സത്യയുടെയും കാര്യം ഓർക്കുമ്പോഴാണ് സങ്കടം വരുന്നത്. അവളുടെ വരവോടെ എല്ലാം തകിടം മറിയുമല്ലോ ഭഗവാനെ. എന്തൊക്കെ വന്നാലും എൻ്റെ കുട്ടികൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. അതിന് എന്തു മാർഗം ഉപയോഗിച്ചും അവളെ തടഞ്ഞേ പറ്റൂ. അവളെപ്പോലൊരു ശത്രുവിനെ ഒതുക്കണമെങ്കിൽ അവളേക്കാൾ കൂടുതൽ തന്ത്രങ്ങൾ നമ്മളും പഠിക്കണം. ഞാൻ നോക്കിയിട്ട് അവളെ തടയുക എന്നുള്ള ആകെ ഒരു പോംവഴി എന്നിങ്ങനെ ശാലിനി ചിന്തിച്ച് വിഷമിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശാരദാമ്മ വന്ന് ചോദിക്കുന്നു, മോളെ നീ ഇതുവരെയും റെഡിയായില്ലേ? ഈ സമയം സത്യമോളും പപ്പിമോളും കളിച്ചോണ്ടിരിക്കുവാണ്. സത്യ പറയുവാണ്, അയ്യോ ഞാൻ കാര്യം അങ്ങ് മറന്നു, ഇത്രയും നേരമായിട്ടും എൻ്റെ അച്ഛൻ വിളിച്ചില്ലല്ലോ. അപ്പോൾ പപ്പി പറയാ, അത് അച്ഛനിപ്പോൾ ജോലി തിരക്കായിരിക്കും സത്യെ. അത് പപ്പി നിനക്കെങ്ങനെ അറിയാം എൻ്റെ അച്ഛനിപ്പോൾ ജോലി തിരക്കാണെന്ന്? അല്ല, അത് നമുക്കങ്ങ് ഊഹിക്കാവല്ലോ എന്നും പറഞ്ഞ് പപ്പി ഇങ്ങനെ ഉരുണ്ട് കളിക്കുവാണ്. ഞാൻ എൻ്റെ അച്ഛനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് സത്യ ഫോൺ ചെയ്യുവാണ്. ആ സമയത്ത് പപ്പി അവിടെ ഫോൺ ഒരു പേപ്പറിൻ്റെ അടിയിൽ ഇങ്ങനെ ഒളിച്ചു വെച്ചിരിക്കുവാണ്. ശാലിനി അതുവഴി അങ്ങോട്ട് വരുമ്പോൾ അവിടെ ഫോൺ റിങ് ആകുന്ന ശബ്ദം കേൾക്കുന്നു. ഇത് എവിടെ നിന്നാണ് ഈ ഫോൺ റിങ് ആകുന്നത്? ശാലിനി ആ പേപ്പർ പൊക്കിയിട്ട് നോക്കുമ്പോൾ ആ ഫോണാണ് അടിക്കുന്നത്. നോക്കുമ്പോൾ സത്യയാണ് വിളിക്കുന്നത്. സത്യ എന്തിനാ വിളിക്കുന്നത്? സത്യയും പപ്പിയും കൂടെ എന്താ ഫോൺ ചെയ്ത് കളിക്കുവാണോ എന്നും പറഞ്ഞ് ശാലിനി ആ ഫോൺ എടുക്കുവാണ്. ശാലിനി ആ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ സത്യ പറയുന്നു, അച്ഛൻ എന്താ ഇത്രയും നേരമായിട്ടും വിളിക്കാഞ്ഞത്? ഞാൻ അച്ഛൻ്റെ ശബ്ദം കേൾക്കാഞ്ഞ് വിഷമിച്ചിരിക്കുമായിരുന്നല്ലോ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ശാലിനി അങ്ങ് ഞെട്ടുവാണ്. അപ്പോൾ അച്ഛനാന്നും പറഞ്ഞ് ഫോൺ ചെയ്യുന്നത് ഈ വീട്ടിൽ നിന്നാണോ? ആരാണ് ഇങ്ങനെ ചെയ്യുന്നത്? ആ സമയത്ത് പപ്പിക്ക് മനസ്സിലായി, അയ്യോ ആരോ ഫോൺ എടുത്തല്ലോ. ആരാ ഫോൺ എടുത്തതെന്നറിയാൻ പപ്പി ഓടി വരുമ്പോൾ ശാലിനിയുടെ കയ്യിലാണ് ആ ഫോൺ ഇരിക്കുന്നത്. ശാലിനിയുടെ കയ്യിൽ ഫോൺ ഇരിക്കുന്നത് കണ്ട് പപ്പിമോൾ അങ്ങ് വല്ലാതെ ഞെട്ടി നിൽക്കുവാണ്. ശാലിനി ചോദിക്കുന്നു, മോളെ ഈ ഫോൺ പപ്പിമോടതല്ലേ? ആണ്. ഈ ഫോൺ വേറെ ആരെങ്കിലും ഉപയോഗിക്കാറുണ്ടോ? ഇല്ല, ഞാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൽ നിന്ന് ആരാണ് സത്യയ്ക്ക് അച്ഛനാണെന്നും പറഞ്ഞ് ഫോൺ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ നീ എന്താണ് പറയേണ്ടതെന്നറിയാതെ പപ്പി ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് പേടിച്ച് നിൽക്കുവാണ്. എങ്കിലിപ്പോൾ സത്യ വിളിച്ചിരുന്നു. സത്യയോട് അച്ഛനായിട്ട് സംസാരിക്കുന്നത് ആരാ? പപ്പിമോക്കറിയാം, പറ എന്നിങ്ങനെ പറയുമ്പോൾ പപ്പി എന്തു പറയണമെന്നറിയാതെ ആകെ അമ്പരന്നിങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. ശാലിനിക്കപ്പം മനസ്സിലാകുന്നുണ്ട് ഇത് പപ്പിമോളുടെ പണിയാണ്, പപ്പിയാണ് ശബ്ദം മാറ്റി സംസാരിക്കുന്നതെന്ന് ശാലിനിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ അടുത്ത വീഡിയോയുമായി നാളെ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.